ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എൻ്റെ നാട് രാമനാട്ടുകരയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 47 വർഷങ്ങൾക്ക് മുമ്പ് രാമനാട്ടുകരയിലെ കുട്ടൂളങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും പുലി ഇറങ്ങിയ ഒരു ചരിത്രമുണ്ടെന്ന് നമുക്ക് ഏവർക്കും അറിയാമല്ലോ. ആ ചരിത്രത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ദൃക്സാക്ഷികളുമായി ഒരു മഹത്തായ സംവാദ സദസ്സ് സംഘടിപ്പിച്ചിരിക്കുകയാണ് രാമനാട്ടുകര സ്വദേശിയായിട്ടുള്ള ശ്രീ മാളീരി ഗഫൂർ അവർകളും അതുപോലെ രാമനാട്ടുകര 6ാം ഡിവിഷൻ കൗൺസിലറായിട്ടുള്ള ശ്രീ മണ്ണോടി രാജീവ് അവർകളും നാട്ടുകാരുമെല്ലാം ചേർന്ന് ആ മഹത്തായ ഓർമ്മകൾ അടങ്ങിയ ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സംഭവമാണെന്നും പുതുതലമുറയിലേക്ക് അതൊന്ന് ഷെയർ ചെയ്യാനും ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഒറിജിനലായിട്ട് ഉണ്ടായിരുന്നു എന്നെല്ലാം പല ആളുകൾക്കും അറിയാമെങ്കിലും അതൊന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു പരിപാടി മാത്രമായിട്ടാണ് നമ്മൾ ഇതിനെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അന്ന് മരണപ്പെട്ട പോലീസുകാരൻ പത്മനാഭൻ സാറിൻ്റെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ ഹരീഷിന് സമ്മാനിച്ചത് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ തോട്ടോളി ദാസേട്ടൻ്റെ നേതൃത്വത്തിലായിരുന്നു. പേരുകൾ പരാമർശിക്കുമ്പോൾ തന്നെ അവരുടെ സ്മരണ കൂടിയാണ്. ഇന്നിപ്പം ജീവിച്ചിരിക്കുന്നവരുണ്ടാവും, നമ്മെ വിട്ടുപോയവരുണ്ടാവും. അപ്പൊ ഓരോ പരാമർശത്തിലും കയറി വരുന്ന പുതിയ പുതിയ ആളുകൾ, അവരെ കൂടി ഓർക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഞാനിന്ന് വിളിച്ച് പറയുമ്പോൾ പുലി ആ മതിലിന്റെ മുകളിൽ ചാരിയിട്ട് എങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് കാണിക്കുന്ന ഞാൻ കണ്ടുള്ളൂ. ഞാൻ ഓടി എൻ്റെ വീടിനന്ന് എഴുത്തി താമസിക്കുന്ന വീട്ടിൽ പൂമുഖത്തിന് വേണ്ടി ഒരു തറ കെട്ടിയിരുന്നു. ആ തറേൻ്റെ മുകളിൽ കയറി എനിക്ക് ഓർമ്മയുള്ളൂ. വീട്ടിലേക്ക് പാഞ്ഞു നിന്ന് ഞാൻ ഉള്ളിലേക്ക് കടന്നു. വാതിലടയ്ക്കുമ്പോൾ പുലി എൻ്റെ നേരെ പിന്നിൽ അത്രയും സ്പീഡിൽ സെക്കൻഡ് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതിൻ്റെ ഒരു കാരണം, ഞാനന്ന് നന്നായി ഓട്ടക്കാരനായിരുന്നു, യൂണിവേഴ്സിറ്റി ടീമിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോലെ കളരിപ്പറ്റ്, പിന്നെ ഭഗവാന്റെ സഹായം, ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ അന്ന് രക്ഷപ്പെട്ടു. ഒരു പരിക്കും ഏൽക്കാതെ രക്ഷപ്പെട്ടത് ഞാനുള്ളൂ. വീട്ടിലുള്ള എല്ലാവരും കൂടി നിലവിളി നടത്തിയപ്പം പുലി നേരെ തെക്കു ഭാഗത്തുള്ള കല്ലൂട്ടിയിലേക്ക് ചാടി. ആ കല്ലൂട്ടി ഇപ്പോഴും അവിടെ ഉണ്ട്. എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്ന് വെച്ചാൽ, ഈ പുലി വന്നത് വീട്ടിൻ്റെ അടുത്താണിത്. വീട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ കാക്കപ്പടയൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ തൊട്ടടുത്ത് ഈ ചാരായം വെക്കുന്ന ഒരു വീടുണ്ട്, നാട്ടറാക്ക്. ആ വീട്ടിലേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കുയ്യാരൊക്കെ എടുത്ത്, പുലിയല്ല ഞാൻ തച്ച് കൊല്ലാച്ചിട്ടില്ല. അപ്പോൾ അവിടെ വെലാട്ടൻ്റെ ഭാര്യ ഉണ്ട്, പെണ്ണുട്ടി അമ്മ മാറി. അമ്മ പറഞ്ഞു, ഈ അങ്ങോട്ടോടെ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ പുലിനെ തച്ച് കൊല്ലാനാണെന്നറിയാം. ഈ പൊന്നാര മോനെ അങ്ങോട്ട് പോകലാറിനെ. ഞാൻ അതോട് കൂടെ മൂത്രം ഒഴിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് വാല് കണ്ട് വളച്ചിട്ട് ഒരു ചാട്ടം കണ്ട് ചാടിയത് എൻ്റെ കണ്ണുകൊണ്ട് കേട്ടാ ഇല്ല. അതേപടി തന്നെ അവിടെ ഇങ്ങനെ നിൽക്കും കണ്ടാണ്ട് പോലീസുകാർ വരണം. പോലീസുകാർ വന്ന് ഉടനെ കണ്ടിന് പോലീസുകാരും ഈ പുലിയായിട്ടുള്ള ഒരു മൽപ്പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സർക്കസിലൊക്കെ കാണുന്ന മാതിരിയാണ് കണ്ടത്. നിന്നിട്ട് മൂപ്പരും വീട്ടിൽ സാറ് ഭയങ്കര ആരോഗ്യമുള്ള ഒരു ഒത്ത തടിയാ, നല്ലൊരു സിമ്പിളാണ് ആള്. നല്ല പിടുത്തം പിടിച്ചിട്ട് പുലി വിടണില്ല, ഇയാളും വിടണില്ല. അവസാനം പുലി ഇയാളെടുത്ത് മറച്ചഞ്ഞ്. ഈ മറക്കലിൽ ഒപ്പമുള്ള പോലീസുകാരെന്ത് ചെയ്തത്, നല്ല പാകാച്ച് വെടി വെച്ചതാണ്. അത് ആ സാറിന് കുടുംബം ചെയ്ത് ഇല്ല. കുടുങ്ങിയ ഉടനെ തന്നെ ഒറ്റ കുട്ടിയിൽ അടുക്കണില്ല, ഒന്ന് ഓടി വരിട്ടു എന്ന് പറഞ്ഞില്ല. അപ്പം നമ്മളേതായാലും ജീവൻ പണം വെച്ചിട്ട് ഇതിന് കൊല്ലാൻ പോയതല്ലേ, ഇയാൾക്ക് ഇങ്ങനെ പരുക്ക് വെച്ച് കിടക്കല്ലേ. ഒരു ജീവനെ രക്ഷപ്പെട്ടെങ്കിൽ ഞാൻ തിന്ന്, ഞാനും കൂടുതലുള്ള സാറും പാടെ പിടിച്ച് അന്ന് ഇടവഴിയാണ് ഈ നേരല്ലേ, ഇപ്പോൾ കല്യാണ മണ്ഡപത്തിൻ്റെ അവിടെ ആ ഇടവയ്ക്ക് കൊണ്ടുപോയി ജീപ്പ് കയറ്റി വിട്ട്. ഇല്ല വിട്ടുന്നില്ല, ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് വന്നപ്പോണ്ട് മലപ്പുറത്തുള്ള അംസാക്ക എന്ന് പറഞ്ഞ ഒരാളുണ്ട്, കോളേജിൽ പിജൂണായ വാച്ച്മാനാണ്. അയാൾ വീട്ടിൽ ഞാൻ പണിയെടുത്ത ആളാണ്. അപ്പോൾ അയാൾ ഇപ്പോൾ ഈ വെലാട്ടിൻ്റെ അവിടെ നിന്ന് ചോദിച്ചെന്നോട്, എവിടെയുള്ള പുലി ചോദിച്ചെന്നോട്. ഞാൻ പറഞ്ഞു, സാറേ നിങ്ങളങ്ങോട്ട് പോകണ്ട, അത് അമ്മായിരിയാണ്. ഇപ്പോൾ ആ സാറിനെ ഞാൻ അവിടെ വണ്ടി കയറ്റി വരികയാണെന്നല്ലേ, ഈ കാണിച്ചു കൊണ്ടുവരാറ്. ഞാൻ ധൈര്യത്തോടു കൂടെ ഇയാളെ കൊടുത്ത് പോയി കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ വാലസ്നാട്ട് താമസിച്ച ഒരു പീടിയുണ്ടായിരുന്നു, അതിൽ തന്നെ വാലസ്നാട്ട് താമസിന്. അയാൾ ഒരു മേശട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റൂൾ വെച്ച് 2 വരി ഓടെടുത്ത് തല പുറത്തേക്ക് ഇട്ടിട്ട് ആദ്യം ഒരു വെടിയാണ്ട് വെച്ച്. അപ്പോൾ പുലി ഇങ്ങോട്ട് ഉടനെ ചാടി ഉടനെ തന്നെ അയാൾ രണ്ടാമതൊരു വെടി വെച്ച്. ആ വെടി വെച്ച് കാതിൻ്റെ ഇവിടെയാണ്. അതോടുകൂടെ ആ രംഗം അവിടെ കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വന്നു. തിരിച്ച് അതേ വഴി തന്നെ ഇങ്ങോട്ട് കയറി വന്ന് എൻ്റെ അമ്മ ആ മതിൽക്കൽ അവിടെ നിന്നിരുന്നു.
അപ്പൊ അമ്മേന്റെ മേലേക്ക് ചാടി, താഴ്ത്തുന്ന ചാടി. പക്ഷെ ഉയരമുള്ള മതിലായതുകൊണ്ട് മുകളിലേക്ക് എത്ര തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് ഇടവഴിക്ക് പോയി. അവിടെ പഴയ കള്ള് ഷാപ്പാണ്, കുഞ്ഞുട്ടി എന്ന് പറഞ്ഞ അവരെ ഉള്ള ആൾക്കാർ അവരെ സ്ഥലമാണ്. അവിടെ ഒരു കള്ള് ഷാപ്പ് ഉണ്ട്, പഴയ കള്ള് ഷാപ്പ്. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ നടു ചുമരില് അതിൽ കയറി അത് ഇരുന്നു എന്നാണ് എന്റെ അറിവില്. അച്ഛൻ്റെ ആ ശബ്ദം വളരെ ഉച്ചത്തിൽ കേട്ടപ്പം ഞാൻ എല്ലാവരും കുട്ടികളൊന്നും പുറത്തിറങ്ങരുത് എന്ന് ഉറക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഉടനെ പുറത്തിറങ്ങിയിട്ട് അപ്പം അച്ഛൻ പറഞ്ഞ് പുലി ഈ കുടികൾ കടന്നിട്ട് മേലെ പറമ്പിലേക്ക് കടന്നിട്ടുണ്ട്, അങ്ങോട്ട് ആരും പോകരുത് പറഞ്ഞ്. അച്ഛന് ഇവിടുന്ന് പറയുമ്പോൾ ഞാൻ അപ്പുറത്തോടെ പോയിട്ട് പറമ്പിലേക്ക് കടന്ന്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഒരു തയ്യൻ്റെ ചോട്ടിൽ ഈ ചപ്പലയിൽ ഇങ്ങനെ കിടക്കുക പുലി, ഒരു തയ്യൻ്റെ ചോട്ടിൽ ഇവിടുന്ന് ഒരു 10 മീറ്റർ അപ്പുറത്ത് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എനിക്ക് നല്ല പരിചയമുള്ള പറമ്പാണ് അത്, എൻ്റെ വല്യച്ഛൻ്റെ പറമ്പായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സദാസമയം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഓടിക്കളിക്കും, നെല്ലിക്കും മാങ്ങയൊക്കെ പറിക്കാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് നല്ല പരിചയമാണ്. ഞാൻ അപ്പുറത്തോടെ 1 മിനിറ്റ് കൊണ്ട് ഓടി വലിയൊരു മാവിൻ്റെ മുകളിൽ കയറിയാൽ. അന്ന് ഏകദേശം സുമാർ ഒരു 35 വയസ്സ് പ്രായം ഉണ്ടാവും എനിക്ക് എന്നാ തോന്നുന്നത്. ഞാൻ നന്നായിട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു അന്ന് ഫറൂഖ് കോളേജിലൊക്കെ. ഇയാൾ വെടിവെച്ച ആളെയൊക്കെ എനിക്ക് നല്ല പരിചയമായിരുന്നു, ഫറൂഖ് കോളേജിൽ വാച്ച്മാനായിട്ട് നിന്നേ. അപ്പം ഞാൻ ആ മാവിൻ്റെ മുകളിൽ കയറി. അപ്പോൾ റോട്ടുമിൽ നിറയെ ആളുകൾ കൂടിയിരിക്കുന്നു അപ്പോഴേക്ക്. അപ്പോൾ ആളുകൾ മുഴുവൻ വിളിച്ച് പറയുന്നുണ്ട്, അങ്ങോട്ട് പോകരുത്, മാവുമ്പോൾ കയറരുത്, പുലി മരത്തിൻ്റെ മുകളിൽ കയറും എന്നൊക്കെ. ഇത് കേട്ടപ്പോഴാണ് എനിക്ക് ശരിക്കും ബോധം വന്നത്. ഞാൻ മൂത്രമൊഴിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാവ് കൂട്ടിപ്പിടിച്ച് അവിടെ ഇരുന്ന് ഞാൻ അതിൻ്റെ മുകളിൽ. കാരണം താഴത്തിറങ്ങിയാലും പുലി എന്നെ കൊല്ലും, മുകളിലേക്ക് പുലി കയറിയതാണെങ്കിലും ശരി, എൻ്റെ ജീവൻ പോകും. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ കണ്ണ് ചെമ്മിയിരുന്ന് കുറേ സമയം. കുറച്ച് കഴിഞ്ഞിട്ടും പുലി അവിടുന്ന് പോണില്ല കേട്ടോ. അപ്പം പുലി ഇങ്ങനെ കിടക്കുക. നന്ന രാവിലെ ആയതുകൊണ്ട് അതിന് ഭക്ഷണമൊന്നും കിട്ടാത്തൊരവസ്ഥയാണെന്ന് തോന്നുന്നുണ്ട്. ശാന്തമായിട്ട് കിടക്കുക. അപ്പം അത് പോണത് വരെ ഞാൻ അതിൻ്റെ മുകളിൽ, മാവിൻ്റെ മുകളിൽ പിടിച്ചിരുന്നു. ജീവൻ കിട്ടിയത് ഭാഗ്യം. രാവിലെ 6 മണിക്ക് ഞാൻ ചായ കുടിക്കുന്നത്. അപ്പാണ് ഈ സാറവിടെ കയറി വന്നത്. അങ്ങനെ ഒരു ചപ്പാത്തി കഷ്ണമായിട്ട് പോയിരുന്നു. ചപ്പാത്തി ഞാൻ ചായ കുടിച്ചു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു പുലിൻ്റെ വല്യച്ഛൻ പറഞ്ഞ് ഒരു സാറാണ് കയറാന്ന്. അങ്ങനെ പോയപ്പോണ്ട് മുളം കൊണ്ടിൽ ചാലിൽ പുലി അടുന്നു. അപ്പോൾ ഒരു 8 മണിക്കുന്നുണ്ട് കുട്ടികൾ സ്കൂളിൽ പോകണേ. ഒരു കല്ലിൽ കയറുന്നു. കുറേ ആൾക്കാരും മരത്തിൽ കയറിയിട്ടുണ്ട്. ഞാനും എൻ്റെ ഏട്ടൻ മോനും താഴ്ച വീണ്ട്. എൻ്റെ നേരെ 2 ചാത്തൻ എന്നെ പിടിച്ച് വലിച്ചെറിഞ്ഞു. 2 കാലം മുറി ചന്തിക്കും പറ്റി. താമസമല്ലതാ കാണിച്ചതാ, ഇതാ വടി ഇതാ ചന്തിക്കുണ്ട്. അങ്ങനെ കോയസിൽ അഡ്മിറ്റ് ആക്കി 2 ദിവസം കൊണ്ടാണത് തുന്നെ കഴിച്ച് റെഡിയാക്കിയത്. ഒരുപാട് പൈസയായി. പിന്നെ ഞാൻ അവിടെ പുലി ചത്തതാണ് ഞാൻ കാണുന്നത്. വസ്തുവിന് ദിവസം പുലി അവിടെ കഴിച്ച് നിൽക്കാൻ ദിവസം. അങ്ങനെയൊക്കെ ഒരു കഥ കഴിഞ്ഞു. പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ആളുകൾ കൂടിയ സമയത്ത് ആളുകളുടെ മേലേക്ക് ചാടിയത്. ജ്യേഷ്ഠന്റെ മേലേക്ക് ചാടികൊണ്ട് ജ്യേഷ്ഠന് പരിക്ക് പറ്റി, ജ്യേഷ്ഠൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ തന്നെ മോഹനേട്ടനും പരിക്ക് പറ്റി, മോഹനേട്ടനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷം പുലി ഇവിടുന്ന് വേറെ ഈ നാനൂറ്റിയേട്ടൻ പറഞ്ഞ പോലെ ആ ഭാഗത്തേക്ക് ഓടിപ്പോവുക ചെയ്യും. പിന്നീട് അത് കള്ളുഷാപ്പിന്റെ നമ്മൾ കുറെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് പലപ്പോഴും നിന്നിരുന്നത്. അപ്പം ഈ കള്ളുഷാപ്പിന്റെ ഉള്ളിൽ കയറിയിരുന്നു. അതിന്റെ ഒരു ഇടവിട്ടം, ആ ഇടവിട്ടത്തിന്റെ മുകളിൽ കയറിയിരുന്നു. അപ്പം നമ്മൾ അവിടെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ഇത് എന്ത് സാധനമാണെന്ന് അറിയാതെ തന്നെ മുന്നോട്ട് വന്ന ആളുകൾ കുറേ പേരുണ്ട്. അപ്പോഴൊന്നും പോലീസ് എത്തിയിട്ടില്ല. അതിലാണ് ഈ ചെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന അദ്ദേഹം ഒരു തെങ്ങിന്റെ മറവിൽ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയായിരുന്നു. ആളുകൾ കൂടിയത് കൊണ്ട് ആ പുലി അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി മൂപ്പരെ കടിച്ചുരുട്ടികൾ മാന്തുകയാണ് ചെയ്തത്, കടിക്കുകയല്ല ചെയ്തത്. ഈ സൈഡൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അയാളപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കുറച്ച് കഴിഞ്ഞിട്ട് പുലി അതേ സ്ഥലത്ത് തന്നെ ആ ഇടവെട്ടത്തിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പോലീസ് എത്തി. പോലീസ് ജില്ലാ ഭരണം ഇത് പോലീസിനെ അറിയിച്ച സമയത്ത് പോലീസ് അത്ര സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. അത് പുലിയെ കണ്ടതൊക്കെ എനിക്ക് അന്ന് 2 വയസ്സേ ഉള്ളൂ. ചെറുപ്പം മുതലേ ഈ പുലി ഇറങ്ങിയ കഥകൾ ഓരോ കല്യാണ വീട്ടിൽ നിന്നും ഹംസാക്ക് വേണ്ടി വെച്ചതും ആ ധീര കഥകളൊക്കെ കേട്ട് എന്താണ് അതിനെ കുറിച്ചെന്ന് അറിയാനുള്ള മനസ്സിലൊരു ആഗ്രഹം. ആ ആഗ്രഹത്തിന് ഞാൻ പല ആളുകളായിട്ട്, ഈ പ്രദേശത്തെ പല ആളുകളായിട്ട് എത്തിപ്പോയിട്ട് പറയാൻകുഴി മുഹമ്മദ് ഖാൻ എടുത്ത് പറയണം, അദ്ദേഹമാണ് A to Z എനിക്ക് പറഞ്ഞു തന്നത്. അതുപോലെ മോഹനേട്ടൻ, നമ്മുടെ കുരിക്കൽ മോഹനേട്ടൻ, അദ്ദേഹമൊക്കെ പറഞ്ഞ ആ കഥകളൊക്കെ മനസ്സിൽ ഇന്നും ഓർമ്മയായിട്ട് നിലനിൽക്കുന്നു. അതാണ് ഞാൻ അന്ന് ഫേസ്ബുക്കിലേക്ക് കുറിച്ചത്. എന്റെ ഒരു പ്രാസംഗികമല്ല, അത് അറിയുന്ന കാര്യങ്ങൾക്ക് പറയാം.
ഒരു 3 ആഴ്ച മുമ്പാണ് എനിക്കൊരു കോള് വരുന്നത്. കബാവക്ക എന്ന് പറയുന്നല്ലേ കോള് വരുന്നത്. അപ്പം ഞാൻ കേട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു അമ്പരപ്പ് തോന്നി. ഇതെന്താ ഈ ഒരു 40-47 കൊല്ലം മുമ്പേ നടന്നൊരു സംഭവം ഇപ്പോൾ ഇതാരാണ് ഇങ്ങനെ ഒരു ഓർമ്മയിലേക്ക് വെക്കുന്നത്. പിന്നീടാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് അവിടെ സംഘടിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഓർമ്മകളൊക്കെ. അപ്പോൾ എനിക്ക് അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ 2 വയസ്സാണ്, ഓർമ്മയൊന്നുമില്ല. അച്ഛൻ മരിക്കുന്നതിൻ്റെ റിട്ടയർ ചെയ്യുന്ന 2 മാസം മുമ്പെയാണ് ഈ സംഭവം നടക്കുന്നത്. അതിൻ്റെ 2 മാസം മുമ്പാണ് മാങ്കാവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാങ്കാവിൽ ഞങ്ങളൊരു വീടെടുത്തത്. ഇപ്പോൾ അവിടെ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. അതിനുശേഷം 2001 അമ്മ മരിച്ചു. അതിന് ഏട്ടന് ഉണ്ടായിരുന്നു. ഏട്ടന് 6 വയസ്സായിരുന്നു, എനിക്ക് 2 വയസ്സായിരുന്നു. ഏട്ടന് പ്രായപൂർത്തിയായതിനു ശേഷം ഫോറസ്റ്റിൽ ജോലി കിട്ടി. ഒരു 5 വർഷം മുമ്പേ ഒരു കാർഡിയാക് അറസ്റ്റിൽ ഏട്ടനും മരിച്ചു. പിന്നെ ഇവിടെ ആരൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു AR ക്യാമ്പിലല്ലായിരുന്നു, മലപ്പുറം MSPയിലായിരുന്നു അച്ഛൻ ജോലി ചെയ്യുന്നത്. SIയിലായിരുന്നു, CA ആയിരുന്നു. മറ്റേ മാതൃഭൂമി പേപ്പറിൽ അന്ന് SI എന്നാണ് എഴുതിയത്, CA സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ പറയാനുള്ളത്. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം തന്നെ അച്ഛന് ഒന്ന് ഷാർപ്പ് ഷൂട്ടർ ആയിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ കോഴിക്കോട് ആരും ഇല്ലായിട്ടാണ് MSPയിലേക്ക് വിവരം പോയിട്ട് അന്നത്തെ അച്ഛനെ അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അത് പുലി മേലെ കയറി ചാടുകയും 2 പേരും കൂടി കെട്ടിപ്പിടിച്ച് മറിയുകയും ഒരു പോലീസുകാരൻ ഒരു ഉന്നം വെച്ചിട്ട് വെടിവെക്കുമ്പോഴും അച്ഛൻ താഴത്തും പുലി മേലെയായിരുന്നു. ഇതൊക്കെ അന്വേഷിച്ചിട്ട് അറിഞ്ഞ കാര്യമാണ്. ആ വെടിയുണ്ട വേഗത്തിൽ തന്നെയാണ് പുലി പെട്ടെന്ന് താഴേക്ക് പോലും അച്ഛൻ മേലോട്ട് കയറുകയും ചെയ്തു. അപ്പോൾ ആ വെടി നേരെ അച്ഛന് കൊള്ളുകയും ചെയ്തു. അങ്ങനെയാണ് ആ സ്പോട്ടിൽ വെച്ചിട്ട് അച്ഛൻ മരിക്കുന്നത്. പിന്നീട് ഞങ്ങൾ കുടുംബത്തിൽ അച്ഛൻ്റെ സുഹൃത്തുക്കളൊക്കെ ആളുകളൊക്കെ ഈ ഒരു പുനരന്വേഷണം നടത്തണം, ആ പോലീസുകാരനെ അത് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം, ഡിസ്മിസ് ചെയ്യണം, അത് അദ്ദേഹത്തിൻ്റെ പിഴവാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ അമ്മയെ വന്ന് നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അന്ന് ഒരു വ്യക്തമായൊരു സ്റ്റാൻഡ് എടുത്തു. ഞങ്ങളുടെ കുടുംബവും അനാഥായി, ഇനി ഒരു പോലീസുകാരൻ്റെ കുടുംബം ഇത് കാരണം അനാഥായിട്ട് എന്ത് നേടാനാണ്, അദ്ദേഹം ആരാണെന്ന് പോലും ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല. വെടിവെച്ച പോലീസുകാർ ആരാണ് ഞങ്ങൾ അന്വേഷിക്കാനൊന്നും നിന്നില്ല. അദ്ദേഹം ചിലപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടാവും, അദ്ദേഹത്തിൻ്റെ കുടുംബം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. എന്നാലും ഇതൊക്കെ തന്നെയാണ് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ള കുറേ വൈകാരികമായ ഒരു വിഷയമാണ്. ഉള്ളിൽ തന്നെ ഒരുപാട് ടെൻഷൻ കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ്. എന്തായാലും ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും വളരെ നന്ദി, സന്തോഷം. ആളുകൾ പറയുന്നത് ഒരു ഭീകര സാധനമാണ്, കഴുതപ്പുലിയൊന്നുമില്ല. അങ്ങനെ അത് കയറി വന്ന് ഇറങ്ങിയത് ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഈ പ്രദേശം അന്ന് സ്ലാൻഡിങ് ആണ്. ഇവിടെയൊക്കെ ഇതൊന്നും മണ്ണെടുത്തില്ല, ഇത് നേരെ കയറി കിടക്കുന്നത് അവിടെയാണ്. അവിടുന്ന് കയറി വന്നിട്ട് അവിടെ ചെറിയൊരു മണ്ണെടുത്ത കുഴിയുണ്ട്. അതായത് ഇപ്പോൾ രാജു പറഞ്ഞ മേക്കുറ്റിയില്ല, അതൊക്കെ അവരുടെ പറമ്പാണ്, മേക്കുറ്റി പറമ്പ് എന്ന് പറയും. അവിടെ കിടക്കുന്ന ആ പുലിയെ അന്വേഷിച്ചുകൊണ്ട് ഇവിടെയുള്ള പുലികളുണ്ട്, അന്നത്തെ ചില പുലികൾ, ഭയങ്കര പുലികൾ. ജീവനോട് ഇവിടെ ആരൊക്കെ ഉണ്ട്, നാരായണന്റെ അയൽപ്പെടും, പിന്നെ മോനേട്ടൻ, ബേബിയേട്ടൻ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ദേവപ്രാസിന്റെ ഏട്ടൻ, മെഡിക്കൽ റെപ്പാൻ. ഇവരൊക്കെ അങ്ങനെ ഒരു പുലിയുണ്ടോ എന്നാ ഒന്ന് കണ്ടിട്ട് കാര്യം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് മുകളിലേക്ക് കയറാണ്. ഇവിടെ കയറി ആ താഴെ ചപ്പലയിൽ കിടക്കുന്ന പുലി അവർ കണ്ടാണ്, ഞാൻ കണ്ടതല്ല, കണ്ടനുഭവം പറയുന്നത്. ആ ചവലയിൽ കിടക്കുന്ന പുലിയെ ഇവർ കാണുന്നില്ല. ആക്ച്വലി അവർ കാണാതെ അവർ മുകളിൽ കയറിയിട്ട് അവരും എന്നെ പോലെ തന്നെ പൂച്ചയോ കാട്ടുപൂച്ചയോ കൈതപ്പുലിയോ ഒക്കെ എന്നുള്ള രീതിയിൽ മുകളിൽ ഇതാ ഈ കാണുന്നത് ഈ സ്ലാൻഡിങ് ഏരിയയിൽ അപ്പുറത്തേക്ക് കയറിയിട്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഫറൂഖ് പുലി ഇറങ്ങി എന്നുള്ള ഒരു വാർത്ത കേട്ട ഓർമ്മയുണ്ട്. ഇന്നലെ നാട്ടിലൊരു കല്യാണത്തിന് പോയപ്പോഴും ഞാൻ പറഞ്ഞു, അതിനകത്ത് രാമനാട്ട പുലി ഇറങ്ങുന്നുണ്ട്, ഇന്ന് 6 മണിക്കാണ് പുലി ഇറങ്ങുക. അപ്പോൾ പഴയ ആൾക്കാരൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, പലർക്കും ഓർത്തെടുക്കാൻ കഴിയുന്നു ഫറൂഖ് പുലി ഇറങ്ങിയതൊക്കെ. അപ്പോൾ അതൊന്ന് കേൾക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. അതായത് സുന്ദരരാജ് പറഞ്ഞതുപോലെ ഇതൊരു കൂട്ടായ്മ, അങ്ങനെ ഗ്രാമങ്ങളിലൊക്കെ കൂട്ടായ്മ ഉണ്ടാകാൻ നല്ലതാണ്. പഴയ കാലത്ത് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടായിരുന്നും കേട്ടു. അപ്പോൾ അതൊരു തുടക്കാവട്ടെ എന്ന് മാത്രം പറയാണ്. പിന്നെ ഇവിടെ വലിയൊരു മനുഷ്യൻ്റെ മകൻ ഉണ്ട്, പത്മനാഭ സാറിൻ്റെ മകൻ. അവരോടുള്ള ഒരു കടപ്പാട്, നാടിൻ്റെ കടപ്പാട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ റോഡിൻ്റെ പേരൊക്കെ ഇടാൻ കഴിഞ്ഞാൽ അത് രാജോട്ടൊക്കെ ചിന്തിക്കുന്ന കാര്യമാണ്, നന്നായിരിക്കും. ഏതായാലും വ്യത്യസ്ത ഒരു കൂട്ടായ്മ, ഇങ്ങനെ ഒരു കൂട്ടായ്മ ആദ്യമായി പങ്കെടുക്കുകയാണ്. പിന്നെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവത്തെ നമ്മുടെ ഗബൂർക്ക ബാവക്ക ഇങ്ങനെ ഓർക്കുക, അതിനുപരി ഇങ്ങനെ പറയുക. നിയാസ് ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, പോസ്റ്ററൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെ സംഭവം. അപ്പം ഞാൻ ഇത്ര പുലികളും മുപ്പുലികളൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോഴാണ് ഇത്രയും. പിന്നെ കഥ ഉണ്ടെന്നും സത്യത്തിൽ വെറുതെ ഒരു നാടോടി കഥ പോലെയുള്ളതാണ് മനസ്സിലാക്കിയത്. പക്ഷെ എങ്ങനെയൊക്കെ ഇതിൻ്റെ പിന്നിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയതാണ്. ഏതായാലും എല്ലാവർക്കും നന്ദി,
അപ്പം നന്ദി പറയാൻ ഞാൻ അർഹനല്ല, എന്നാലും ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് 47 വർഷം മുമ്പ് വന്യജീവിയായ ഒരു പുലി നമ്മുടെ നാട്ടിൽ വന്ന് ജനങ്ങളുടെ ഇടയിൽ പരിഭ്രാന്തി പരത്തിയ കഥകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ കഥകൾ അനുഭവസ്ഥരിലൂടെ നേരിൽ കാണാനും കേൾക്കാനും ഒക്കെ കഴിഞ്ഞത് ഇവിടെ കാഴ്ചക്കാരായി വന്നവർക്ക് വേറിട്ടൊരു അനുഭവമായി. ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്ക് ഒത്തിരി അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ നാട് രാമനാട്ടുകരയുടെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബായ്.